الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിർഭയത്വം അഥവാ ഭയമില്ലാത്ത അവസ്ഥ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിഅമത്താണ്. പലപ്പോഴും അത് യഥേഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അതിൻ്റെ വില അറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് അത് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ വിലയും മഹത്വവുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സാധാരണ പറയാറുള്ളത് പോലെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയാൻ സാധിക്കുകയില്ല, അത് ഇല്ലാതെയാകുമ്പോഴേ അതിൻ്റെ വിലയറിയാൻ കഴിയൂ എന്നതുപോലെ നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വം, ഭീതിയില്ലാത്ത അവസ്ഥ, സ്വാഭാവികമായും അതിൻ്റെ മറുവശം എന്താണ് എന്ന് ചോദിച്ചാൽ, നിർഭയത്വമില്ലെങ്കിൽ നമ്മുടെ പക്കൽ മറ്റെന്തുണ്ടായാലും ജീവിതം ദുസ്സഹമായിരിക്കും. ഒന്ന് സമാധാനത്തോടുകൂടി പടച്ചറബിനെ ഇബാദത്ത് ചെയ്യാൻ ജുമുഅക്കും ജമാഅത്തുകൾക്കുമൊക്കെ പള്ളിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത സാമൂഹികമായ അന്തരീക്ഷമാണ് എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ പുറത്തിറങ്ങുമ്പോൾ വെടിയുച്ചകളും അതേപോലെ നമ്മുടെ ശത്രുക്കളുടെ കയ്യേറ്റങ്ങൾക്കുമൊക്കെ വിധേയമാകുന്നൊരു സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഗതിയാണ്.
ജീവിക്കുന്ന നാട്ടിൽ അതല്ലെങ്കിൽ സാഹചര്യത്തിൽ നിർഭയത്വവും സമാധാനവും ഉണ്ടാവുക എന്നതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഭീതിയില്ലാത്ത അവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹവും അയാൾ കൊതിക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. സമ്പത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്വത്തുവകകൾ നോട്ടം തെറ്റുമ്പോഴേക്കും കള്ളന്മാരും കൊള്ളക്കാരും അപഹരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ എന്ത് സ്വസ്ഥതയാണ് ഉണ്ടാവുക? അപ്രകാരം തന്നെ ഉപജീവനത്തിന്റെ മാർഗത്തെക്കുറിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്റെ ജോലി എന്തായിരിക്കും, അഥവാ ഏത് സമയവും എന്റെ മേലുദ്യോഗസ്ഥന്മാർ, കമ്പനിക്കാർ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ തന്റെ മുന്നിൽ വരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെ സംബന്ധിച്ചുമുള്ള ഭീതിയും ഭയപ്പാടുമാണുള്ളതെങ്കിൽ അവിടെയും സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്രകാരം തന്നെ നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ഭീഷണിയുണ്ടാവുന്ന സാഹചര്യമാണെങ്കിലും അത് വലിയ നിർഭയത്വത്തിന്റെ, അസമാധാനത്തിന്റെ അവസ്ഥയായിരിക്കും സൃഷ്ടിക്കുക എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് മൊത്തം കൈപ്പിടിയിൽ ഒതുക്കിയ, ദുനിയാവിലെ എല്ലാം ലഭിച്ച ഒരാളെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഹദീസ് കാണാം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ആര് ജീവിത സാഹചര്യത്തിൽ, സമൂഹത്തിൽ നിർഭയനായി പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ സാധിക്കുന്നുണ്ടോ, മുആഫൻ ഫീ ജസദിഹി, ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, അസുഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത, സൗഖ്യത്തിന്റെ അസുഖമില്ലാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ, വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസത്തിനുള്ള ഉപജീവനത്തിന്റെ വക അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടുന്ന അവസ്ഥയില്ലാതെ തനിക്കും തന്റെ ആശ്രിതർക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും കഴിക്കുവാനുള്ള വിഭവങ്ങൾ അവിടെയുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ, ദുനിയാവ് മൊത്തം അയാൾക്ക് കിട്ടിയതിന് സമാനമാണ് എന്നാൽ. അഥവാ ദുനിയാവിൽ ഒരാൾ കൊതിക്കുന്ന, ഒരാളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കപ്പെട്ടു. ആരോഗ്യത്തോടുകൂടി ഉണ്ടാകണം, സമാധാനത്തോടുകൂടി ഉണ്ടാകണം, ജീവിക്കുവാനുള്ള വകയുണ്ടാകണം. ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥരായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അത് വ്യക്തികളായിരുന്നാലും കുടുംബങ്ങളായിരുന്നാലും രാജ്യങ്ങളായിരുന്നാലും ഒക്കെ ഈ പറഞ്ഞ കാര്യം അവർക്ക് ബാധകമാണ്. ഫലസ്തീനിൽ വർഷങ്ങളോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയിലേക്കൊന്ന് പോകാൻ പോലും കഴിയാതെ ശത്രുക്കളുടെ വെടിയൊച്ചകൾക്ക് കാതോർത്തുകൊണ്ട്, അല്ലെങ്കിൽ ജീവനോടെ പോയ പലരും ജീവനോടെ തിരിച്ചെത്താത്ത സാഹചര്യങ്ങൾ, അപ്രകാരം തന്നെ ഇറാഖിലും സിറിയയിലും ലബനാനിലും ഒക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എത്ര നാളുകളായി എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെയും തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ മുസ്ലിങ്ങളുള്ള, നമ്മുടെ സഹോദരങ്ങളുള്ള ഈ നാടുകളിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് സിറിയയിൽ ഇപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അവിടെ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് സ്വാധീനമുണ്ടാവുകയും ഷിയാക്കൾ കടത്തിക്കൂട്ടിയ അക്രമത്തിന്റെയും പരാക്രമത്തിന്റെയും ആ ദുഷിച്ച കാലഘട്ടത്തിൽ നിന്ന് മാറി സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ അവസ്ഥയാണ് അവിടെയുള്ളത്. ഏറ്റവും അടുത്ത് നമ്മൾ കേട്ട ഇറാനിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെയുള്ള അവസ്ഥകളും ഭീതിയുടെ, അസമാധാനത്തിന്റെ ദിവസങ്ങളാണ്. പരിശുദ്ധ റമദാനിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും എത്രയോ ആളുകളാണ് ഇതിനകം കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, എത്രയോ ആളുകൾക്ക് വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഭീതിയുടെ, അസമാധാനത്തിന്റെ ഓരോ പട്ടികയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര പെട്ടെന്നാണ് നിർഭയത്വം, സമാധാനം നഷ്ടപ്പെട്ട് ഭീതിയുടെയും ഭയപ്പാടിന്റെയും അവസ്ഥയിലേക്ക് അവർ വഴിമാറിയത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കും ഇതൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ വരെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചൊരു വ്യക്തി ഇന്ന് രോഗത്തിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെയും ജീവിത അവസ്ഥകൾ മാറിമറിയുകയാണ്. സാമ്പത്തിക മാർഗം നല്ല രീതിയിൽ വരുമാനത്തോടുകൂടി ജീവിച്ച ആൾ പെട്ടെന്ന് ആ സാമ്പത്തിക സോഴ്സുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചാൽ, തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗങ്ങൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവിടെയും അസ്വസ്ഥതയും പ്രയാസവുമാണ്. ഇങ്ങനെ പല വിധത്തിൽ പ്രതിസന്ധികൾ ആരുടെയും ജീവിതത്തിൽ കടന്നു വരാം.
അവിടെയൊക്കെ നിർഭയത്വത്തോടുകൂടി ആ പ്രതിസന്ധികളെ അതിജയിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ജീവിതം ആസ്വദിക്കുവാനും സന്തോഷകരമാക്കുവാനും നമുക്ക് സാധിക്കുന്നത്. അതിന് നമ്മുടെ വിശ്വാസവും സമീപനങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. വിശ്വാസികളായതുകൊണ്ട് ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വാസികൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഒരുപക്ഷെ കൂടുതലായിട്ടുണ്ടാകും എന്നാണ്. അപ്പോൾ ജീവിത വീക്ഷണങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കുമൊക്കെ ആ സന്ദർഭത്തിൽ അതിജയിക്കുവാനും നിർഭയത്വം കയ്യിലേക്ക് പിടിക്കുവാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുവാൻ കഴിയും. അതാണ് അമ്നും ഈമാനും തമ്മിലുള്ള ബന്ധം പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം, ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശ്വാസം, ആദർശം. അപ്പൊ ഈമാനും നിർഭയത്വവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പടച്ച റബ്ബിലുള്ള ഈമാനും അള്ളാഹുവിന്റെ തൗഹീദും തവക്കുലും ഒക്കെ ശക്തമാകുമ്പോൾ അത്തരം ആളുകളുടെ മനസ്സിലും അത്തരം ആളുകളുടെ സാഹചര്യങ്ങളിലും അമ്നും തുമഅനീനത്തും അഥവാ മനസ്സമാധാനവും സ്വസ്ഥതയും ശാന്തിയും അവിടെ യാഥാർത്ഥ്യമാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. തൗഹീദ് ദുർബലമാകുമ്പോൾ പടച്ച റബ്ബിലുള്ള തവക്കുലും വിശ്വാസവും ഒക്കെ നേർത്തു പോകുമ്പോൾ അവിടെ നിർഭയത്വവും ദുർബലമായി കൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സനുൽഖീ ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. സനുൽഖീ ഫീ ഖുലൂബില്ലദീന കഫറു, അവിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ നാം ഇട്ടുകൊടുക്കും അർ-റുഅബ, ഭയപ്പാടുകൾ. ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു യാതൊരു ന്യായവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പടച്ച റബ്ബിൽ പങ്കുചേർക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ ഭീതിയും ഭയപ്പാടും നാം ഇട്ടുകൊടുക്കുന്നതാണ്. വമഅവാഹു മുന്നാർ, ഇനി അവർക്ക് ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം ചെന്നെത്താനുള്ളതോ നരകമാണ്. വബിഅസ മസ്വൽ ളാലിമീൻ, അക്രമികളായ അത്തരം ആളുകളുടെ സങ്കേതം, മടക്കസ്ഥാനം എത്ര മോശം, എത്ര ചീത്ത എന്നാണ് അള്ളാഹു പറഞ്ഞത് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 151-ാമത്തെ വചനത്തിൽ. അപ്പോ ഈമാനും തൗഹീദും തവക്കുലും ഒക്കെ ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് എങ്കിലും കുടുംബപരമായ വിഷയങ്ങളിലാണെങ്കിലും സാമൂഹിക ചുറ്റുപാടിലാണെങ്കിലും ഒക്കെ നിർഭയത്വം, അമ്ന്, സമാധാനം, സ്വസ്ഥത നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് അള്ളാഹുവിനെ അറിയുക എന്നത് തന്നെയാണ്. അഥവാ നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ കടമയും കടപ്പാടും. ആ റബ്ബിനെ നമ്മൾ അറിയുമ്പോൾ കതബ അലാ നഫ്സിഹി റഹ്മ, കാരുണ്യം ബാധ്യതയായി ഏറ്റെടുത്ത പടച്ച റബ്ബ്, നമ്മളപ്പോ ഒരിക്കലും ആ റബ്ബിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും സംഭവിച്ചാലും ആ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലുവാനും കാരുണ്യത്തോടുകൂടി അവന്റെ സ്പർശനം ഏറ്റെടുക്കുവാനും നമുക്ക് സാധിക്കും. എപ്പോൾ നിഷ്കളങ്കമായി ആ റബ്ബിലേക്ക് ചെല്ലാൻ നമുക്ക് സാധിച്ചാൽ. നമ്മളത് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്, എല്ലാ സംഗതികളും, നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ തന്നവനാണ് അല്ലാഹു. നമ്മൾ ആരും മാതാവിന്റെ ഗർഭാശയത്തിലിരിക്കുമ്പോൾ ഇനി പിറന്നു വീഴാനുള്ള ഈ ലോകത്ത് പലതും കാണാനുണ്ട്. എന്നെ നൊന്ത് പ്രസവിക്കുന്ന ഉമ്മയുടെ മുഖം കാണാൻ എനിക്ക് 2 കണ്ണ് വേണം പടച്ചവനെ എന്ന് പറഞ്ഞ് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ചോദിക്കാതെ തന്നെ റബ്ബ് നമുക്ക് 2 കണ്ണുകൾ നൽകി, ശബ്ദങ്ങൾ കേൾക്കുവാൻ 2 കാതുകൾ നൽകി, പിടിക്കുവാനുള്ള കയ്യും അതേപോലെ നടക്കുവാനുള്ള കാലും എല്ലാം നമുക്ക് ഒരുക്കി തന്നു. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അങ്ങനെയുള്ള പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് കണക്കാക്കാൻ പോലും നിങ്ങൾ അശക്തരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള റബ്ബിനെ നമ്മൾ അറിയുമ്പോൾ ആ പടച്ച റബ്ബാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, അതിലുള്ള എല്ലാ സംഗതികളും നിശ്ചയിക്കുന്നത്. ആ പടച്ച റബ്ബിന്റെ ഖളാ ഇല്ലാതെ യാതൊന്നും നടക്കുകയില്ല എന്ന് ഒരു വിശ്വാസി റബ്ബിനെ മനസ്സിലാക്കി അവരിൽ തവക്കുലാക്കി അവരിൽ വിശ്വാസമർപ്പിച്ചാൽ തീർച്ചയായും അസ്വസ്ഥതകൾക്കൊക്കെ അവന്റെ ജീവിതത്തെ ആ ജീവിതത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തുവാൻ സാധിക്കും. അഥവാ അവന്റെ ജീവിതത്തെ ഉലച്ചു കളയുവാൻ അവക്കൊന്നിനും സാധിക്കുകയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്ത് ഒരുമിച്ച് യാത്ര പോവുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം ഹദീസുകളിൽ കാണാം. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. എന്നിട്ട് ആദ്യം പറഞ്ഞു ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നീ സൂക്ഷിക്കണം മോനെ, എങ്കിൽ അള്ളാഹു നിന്നെ പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ വിധിവിലക്കുകൾ നീ അറിഞ്ഞ് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ നിന്റെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിനെ നിനക്ക് നിന്റെ കൺമുന്നിൽ കാണുവാൻ കഴിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് ഇദാ സഅൽത ഫസ്അലില്ലാ, അതുകൊണ്ട് നിന്റെ എന്ത് ആവശ്യങ്ങളും എന്ത് ആഗ്രഹങ്ങളും എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും നീ റബ്ബിനോട് ചോദിച്ചോ അതിന്റെ പരിഹാരം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, ഏത് ഘട്ടത്തിൽ നിനക്ക് സഹായം വേണോ, ഏത് ഘട്ടത്തിൽ നിനക്ക് സംരക്ഷണം വേണോ നീ റബ്ബിനോട് ചോദിച്ചോ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത്, ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി എന്നിരിക്കട്ടെ. എന്തിനു വേണ്ടി? അലാ അൻ യൻഫഊക ബിശൈഇൻ, നിന്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് നിന്റെ അവസ്ഥയും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ, നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ അവരെല്ലാവരും, ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു നാടല്ല, എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി എന്നിരിക്കട്ടെ. ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് കണക്കാക്കിയതല്ലാത്ത ഒന്നും ഒരു വറ്റുപോലും നിന്റെ വായിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരാൻ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല മകനെ. എത്രമാത്രം തൗഹീദിന്റെയും തവക്കുലിന്റെയും കറകളഞ്ഞ ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പകർന്നു കൊടുക്കുന്നത്. വീണ്ടും പറഞ്ഞു വല വിജ്തമഉ, ഇനി നേരെ മറിച്ച് അവരെല്ലാവരും ഒരുമിച്ച് കൂടി. എന്തിന്? അലാ അൻ യദുറൂക്, നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ, പ്രയാസപ്പെടുത്താൻ, നിന്റെ വളർച്ചയിൽ, അഭിവൃദ്ധിയിൽ, പുരോഗതിയിൽ അസൂയ പൂണ്ടുകൊണ്ട് ശത്രുക്കളാണ് ലോകത്തുള്ള എല്ലാവരും എന്ന് നീ സങ്കല്പിക്കുക. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു നാടല്ല, ഒരു പ്രദേശമല്ല, ലോകത്തുള്ള എല്ലാവരും നിന്റെ ശത്രുപക്ഷത്താണ് എന്ന് നീ സങ്കല്പിക്കുക. പക്ഷേ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിന്റെ ജീവിതത്തിൽ കണക്കാക്കാത്ത ഒരു പോറലേൽപ്പിക്കാൻ പോലും അവർക്കാർക്കും സാധിക്കുകയില്ല മകനെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ വിശ്വാസികൾക്ക് സാധിക്കണം അള്ളാഹുവിലുള്ള ആ വിശ്വാസം സമർപ്പിക്കാൻ, അത് അചഞ്ചലമായി മനസ്സിൽ കോറിയിടുവാൻ സാധിക്കണം. ഖുർആൻ വിശ്വാസികളോട് പ്രഖ്യാപിക്കുവാൻ പറഞ്ഞത് അതാണ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, യുദ്ധഘട്ടങ്ങളിൽ പോലും ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ, ശത്രുക്കളുടെ വെട്ടും കുത്തുമേറ്റ് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലും വിശ്വാസികളോട് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു പറഞ്ഞത് ഖുൽ, പറയൂ പ്രവാചകരെ, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയേ ഇല്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ, പടച്ച റബ്ബ് ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ ഒന്നും, അത് രോഗമാകട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ, ഏത് വിധേനയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും എന്തുമാകട്ടെ, അള്ളാഹ് നിശ്ചയിച്ചതല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ആ റബ്ബ് ഞാനും ശത്രുവല്ല, ആ റബ്ബാണ് എന്റെ രക്ഷകൻ, ആ റബ്ബാണ് എന്റെ അഭയം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതിനാൽ ആ റബ്ബിൽ സത്യവിശ്വാസികൾ അവരുടെ എല്ലാം ബരമേൽപ്പിച്ചു കൊള്ളട്ടെ. എന്റെ മിടുക്കുകൊണ്ട്, എന്റെ കഴിവുകൊണ്ട്, എന്റെ സാമർഥ്യം കൊണ്ട്, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ നേടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് ആരും കരുതേണ്ടതില്ല. റബ്ബ് തന്നതാണ് എന്ന തിരിച്ചറിവിൽ ആ റബ്ബിൽ തവക്കുലാക്കി ഇനിയും റബ്ബ് തരും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹ് എന്തുദ്ദേശിച്ചോ അതാണ് നടക്കുന്നത്. അല്ലാഹ് എന്തൊന്നും ഉദ്ദേശിച്ചില്ലയോ ബാക്കി ആരെല്ലാം ഉദ്ദേശിച്ചാലും അത് നടക്കുകയില്ല. ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ആ പടച്ച റബ്ബിൽ തവക്കുലാക്കാൻ, ആ റബ്ബുമായി ഹൃദയം ബന്ധിപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതിനാണ് മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത്തൗഹീദുൽ ഇൽമി അൽ ഖബരി, പടച്ച റബ്ബിനെ അറിഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഏകത്വവും അദ്വിതീയതയും അംഗീകരിക്കുക എന്ന തൗഹീദിന്റെ ആദ്യ ഭാഗം. അതായത് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനുള്ള നാമങ്ങളും വിശേഷണങ്ങളും അവന്റെ
പ്രവൃത്തികളുമൊക്കെ തിരിച്ചറിഞ്ഞ് റബ്ബ് ആരാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞ് ഉൾക്കൊള്ളുന്ന സംഗതി, അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും തൗഹീദുർ റുബൂബിയത്തും ഒക്കെയായി പിൽക്കാല പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതി. ഇങ്ങനെ ആ റബ്ബിനെ അറിഞ്ഞ് അവന്റെ തീരുമാനങ്ങൾ അനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ പിടികൂടുന്ന നമ്മുടെ ഒരു അജ്ഞത അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ എന്താണ് എന്ന് ചോദിച്ചാൽ, ആ പടച്ച റബ്ബിന്റെ തീരുമാനങ്ങളെയും അവന്റെ നിശ്ചയങ്ങളെയും നമ്മുടെ തുച്ഛവും പരിമിതവുമായ അറിവ് കൊണ്ട് വിലയിരുത്തി പോകുന്നു എന്നതാണ്. എങ്ങനെ? എനിക്കെന്തെങ്കിലും ആഗ്രഹിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചാൽ, ഞാൻ വിചാരിക്കുന്നതിനപ്പുറമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ വിലയിരുത്തുകയാണ് നമ്മുടെ പരിമിതമായ ബുദ്ധിയും ചിന്തയും യുക്തിയും വെച്ചുകൊണ്ട്. എങ്ങനെ? ഞാൻ എത്രയൊക്കെയോ പരിശ്രമിച്ചു, ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചിട്ടും പടച്ചറബ് പറഞ്ഞ കാര്യങ്ങളല്ലാത്ത ഹറാമുകളായ ഒന്നും ഞാൻ ചെയ്യാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പലിശയുടെ പൈസ കിട്ടാൻ എമ്പാടും വഴികളുണ്ടായിട്ടും ആ ഹറാമായ വഴിയൊന്നും സ്വീകരിക്കാതെ ഹലാലായ മാർഗത്തിലൂടെ തന്നെയാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. എന്നിട്ടും അത് പൊളിഞ്ഞു പോയല്ലോ, തകർന്നല്ലോ. അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്തിട്ടും എന്താണ് അള്ളാഹു എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ വെക്കുന്നത് എന്ന് ചോദിച്ച് പടച്ചറബിനെ പഴിക്കുകയും അതേപോലെ തന്നെ പടച്ചറബിനോട് ഒരു മനസ്സിൽ വെറുപ്പും വിദ്വേഷവും തോന്നുന്ന ചിന്തകൾ നമ്മുടെ പരിമിതമായ ചിന്തയിൽ നിന്ന് അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അള്ളാഹുവിന്റെ നിശ്ചയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വിമർശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ടാകും, വഹുവ ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കും ആ ബിസിനസ് അഭിവൃദ്ധിപ്പെടണമെന്ന്, പക്ഷെ ആ ബിസിനസ് പൊളിഞ്ഞതിലൂടെ നിങ്ങൾക്ക് വേറെ ചില നന്മകൾ ഉണ്ടാകും, ഒരുപക്ഷെ ദുനിയാവിൽ തന്നെ, അതല്ലെങ്കിൽ പരലോകത്ത്. അതേപോലെ ചില ബന്ധങ്ങൾ ചിലപ്പോൾ ആലോചിച്ച് അന്വേഷിച്ച് തീരുമാനിച്ചുറപ്പിച്ച ബന്ധങ്ങൾ പെട്ടെന്ന് എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോകും. വിവാഹം നിശ്ചയിച്ച് അതിന്റെ കല്യാണക്കുറികൾ അടിച്ച് നമ്മൾ സമ്മേളിക്കേണ്ടുന്ന ഹോളും ബുക്ക് ചെയ്ത് ഭക്ഷണത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത് എന്നിട്ടും വിവാഹങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറത്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ കോറിയിടേണ്ട സംഗതി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹ് എന്തോ അതിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, അള്ളാഹു എന്തോ ഒരു ഖൈർ എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും. അല്ലാഹ് ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും, വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനെ എല്ലാം അറിയുകയുള്ളൂ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്തിൽ. ഇതിന് സമാനമായൊരു സംഗതി വിവാഹവുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സൂറത്തുൻ നിസായിലെ 19-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ചില അനുഭവങ്ങളായി വരുമ്പോഴായിരിക്കും അള്ളാഹു തീരുമാനിച്ചതാണ് ഖൈർ എന്ന് മനസ്സിലാകുന്നത്. നമ്മൾ തിരക്കി പോകുന്ന ബസ്സിൽ ആ ബസ് നമ്മളെത്തിയപ്പോഴേക്കും നമുക്ക് അതിൽ കയറാൻ പറ്റാതെ ആ ബസ് എടുത്തു പോയാൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ ആയിരിക്കും. ഇനി എത്ര നേരം കാത്തിരുന്നാലായിരിക്കും മറ്റൊരു ബസ് കിട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടുന്ന ഒരു കാര്യം കൂടിയാണെങ്കിൽ ആ യാത്ര വളരെ പ്ലാൻ ചെയ്ത് അത്യാവശ്യത്തിന് നമ്മൾ ഒരുങ്ങിപ്പോകുന്ന ഒരു സംഗതിയാണെങ്കിൽ ആ വാഹനം കിട്ടാത്തതിന്റെ ആ ട്രെയിൻ മിസ്സായതിന്റെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ മനസ്സിനെ കുറെ നേരം അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ആ ബസ്സിൽ നമ്മൾ കയറിയിരുന്നുവെങ്കിൽ കുറച്ചപ്പുറത്തേക്ക് അത് അപകടത്തിൽപ്പെട്ടു എന്നറിയുമ്പോൾ, അങ്ങനെ ഉണ്ടായിട്ടില്ല പല സംഭവങ്ങളും. എല്ലാവരും പ്ലാൻ ചെയ്ത് പോയിട്ട് ചില ആളുകൾ ശ്രമിച്ചിട്ടും ആ വാഹനത്തിൽ കയറാതെ ഇത് ഫ്ലൈറ്റിലായിട്ടുണ്ട്, ബസ്സിലായിട്ടുണ്ട്, ട്രാവലറിലായിട്ടുണ്ട്, അതേപോലെ തന്നെ വിമാനങ്ങളിലായി പലതിലും. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് പടച്ചറബ് ആ ഫ്ലൈറ്റ് എനിക്ക് കിട്ടാത്തത് കൊണ്ട്, ആ ബസ്സിൽ എനിക്ക് കയറാൻ സാധിക്കാത്തത് കൊണ്ട്, ആ ട്രെയിൻ എനിക്ക് മിസ്സായത് കൊണ്ട് റബ്ബ് എനിക്ക് ജീവിതം തിരിച്ചു തന്നിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാ? നമ്മുടെ കൺമുമ്പിൽ അതൊരു ആപത്തിലോ അപകടത്തിലോ എത്തുമ്പോൾ. ഇതേപോലെ പലതും അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ നമ്മൾ നമ്മുടെ പരിമിതമായ യുക്തി കൊണ്ട് അറിവ് കൊണ്ട് വിലയിരുത്തുന്നതിനപ്പുറത്ത് അതിൽ അള്ളാഹു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും,
ആ ഖൈറിന് വേണ്ടി ഞാൻ റബ്ബിനോട് ചോദിക്കണം എന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ ഒരിക്കലും നിങ്ങൾ കരുതാത്ത പല നന്മകളുമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതേപോലെ ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ കരുപ്പിടിപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സങ്കടങ്ങളും ഏത് ദുരിതങ്ങളും നീങ്ങാൻ, സങ്കടങ്ങൾ മാറാൻ, നന്മകളും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാൻ ആ പടച്ച റബ്ബിനോട് തന്നെ ചോദിക്കണം. അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിന്റെ കാതലായ രണ്ടാമത്തെ വശം. റബ്ബിനെ മനസ്സിലാക്കി റബ്ബാണ് എല്ലാം നിശ്ചയിക്കുന്നത്, തരുന്നത്, തടയുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, നമ്മളൊക്കെ പറയും നിസ്കാരത്തിന് ശേഷം, അല്ലാഹുവേ നീ തടഞ്ഞത് തരാൻ, നീ തന്നത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ മിൻകൽ ജദ്ദ്. ഇത് പറയാത്ത ആരാ ഉള്ളത്? ഈ ദിക്ർ കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാകുമോ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ? പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് അത് കേവലം നാവിൽ മാത്രം തത്തിക്കളിച്ച ഒരു മന്ത്രമായി അവസാനിക്കാതെ അത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ വിശ്വാസമാണെങ്കിൽ പടച്ച റബ്ബിൽ തവക്കുലാക്കി റബ്ബിലേക്ക് തിരിയാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതുകൊണ്ട് ശാന്തിയും സമാധാനവും തേടിപ്പോകേണ്ടത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ലോകത്തല്ല, അതുമല്ലെങ്കിൽ മതം പഠിപ്പിച്ചിട്ടില്ലാത്ത ആത്മീയ ചൂഷണങ്ങളുടെ കേന്ദ്രങ്ങളിലേക്കല്ല. ഏത് സമയത്തും ഏത് ഭാഷയിലും ഏത് ദിക്കിൽ നിന്നും വിളിക്കാൻ സാധിക്കുന്ന പടച്ച റബ്ബിലേക്കാണ് നമ്മുടെ വിളികളും സങ്കടങ്ങളും ആവലാദികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രാർത്ഥനകളായി ഉയരേണ്ടത്. നബിമാർ പഠിപ്പിച്ചത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, അവരിൽ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല, യാതൊരാളെയും പങ്കുചേർക്കുകയില്ല. 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 20-ാമത്തെ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതാണ്. അതേപോലെ അത് റബ്ബിന് കൊടുക്കുന്ന നന്ദിയായിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുക. റബ്ബിനോട് മാത്രം നമ്മൾ ദുആ ഇരക്കുന്നുവെങ്കിൽ, സങ്കടങ്ങൾ പറയുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇബാദത്തിന്റെ എല്ലാം അല്ലാത്ത ആർക്കും കൊടുക്കുകയില്ല എന്ന തീരുമാനം നമുക്കുണ്ടെങ്കിൽ അത് റബ്ബിനോടുള്ള നന്ദിയാണ്. ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ്ശാകിരീൻ. നീ റബ്ബിനെ മാത്രം ആരാധിക്കുക, അതുവഴി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക. റബ്ബല്ലാത്തവർക്ക് അത് സമർപ്പിച്ചാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അപരാധമാണ്, അക്രമമാണ്, അന്യായമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരടക്കമുള്ള സച്ചരിതരായ മുൻഗാമികളുടെ എത്രയോ ദുആകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി അവരൊക്കെ എന്താ ചെയ്തത്? ജാറങ്ങളും മക്ബറകളും അതേപോലെ പുണ്യപുരുഷന്മാരും നേതാക്കന്മാരും നായകന്മാരുമായ ആളുകളുടെ അടുക്കലേക്ക് പോയോ? റബ്ബിനെ വിളിച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്തു. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ റബ്ബി റബ്ബന അല്ലാഹുമ്മ, എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ എന്നിങ്ങനെയല്ലാത്ത വേറൊരു വിളിയും അവരുടെ ഒന്നും പ്രാർത്ഥനകളിൽ ദുആകളിൽ ഇല്ല. അതാണ് തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഇബാദ, തൗഹീദുൽ അമലി എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അഥവാ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പടച്ച റബ്ബിന്റെ മുന്നിൽ ഇറക്കി വെച്ച് അതിന്റെ ഒരു പോംവഴിയായി, അതിന്റെ ഒരു പൂർത്തീകരണത്തിനായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്ന രീതി, അതാണ് അമ്പിയാക്കന്മാർ എല്ലാവരും കാലദേശ വ്യത്യാസങ്ങളില്ലാതെ സമൂഹത്തെ പഠിപ്പിച്ച കാര്യം. അത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, അത് ക്ലിയറായി കഴിഞ്ഞാൽ നിർഭയത്വം അവർക്കുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ സൂക്തം അല്ലാഹു പറഞ്ഞു, അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനുമായി അന്യായങ്ങൾ, ബഹുദൈവത്വത്തിന്റെ കണികകൾ കൂടിക്കലരാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. ഒരു പൂച്ച വട്ടം ചാടുമ്പോഴേക്കും എന്റെ യാത്ര അപകടത്തിലായിരിക്കും എന്ന് വിശ്വസിക്കുന്ന, റബ്ബിൽ തവക്കുലാക്കാത്ത, പടച്ച റബ്ബിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കല്ല. ആരുടെയെങ്കിലും കണ്ണോ കാതോ കാണുമ്പോഴേക്ക് ശബ്ദം കേൾക്കുമ്പോൾ ആപത്താണ്, അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തവക്കുലില്ല.
നേരെ മറിച്ച് വിശ്വാസി എന്താ ചെയ്യുന്നത്? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ പോകുന്നു, പടച്ചറബിൽ ഞാൻ എല്ലാം പരമേൽപ്പിച്ചതാ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് ലഭിച്ചവർ എന്നും ഖുർആൻ അവിടെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളെയും അതിജയിക്കാൻ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വകഞ്ഞു മാറ്റി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഈ വിശ്വാസവും ഈമാനും തൗഹീദും ഒക്കെ നമ്മുടെ ആദർശമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ചൂട് അധികരിച്ചു കൊണ്ടിരിക്കുകയും പലയിടങ്ങളിലും പൊള്ളലേറ്റ വാർത്തകളുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിനോടനുബന്ധമായി തന്നെയായിരിക്കണം പാമ്പുകൾ വീടുകളിലേക്ക് കടന്നു വരികയും പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെയും ചികിത്സയിലായവരുടെയും ഒക്കെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിലടക്കം നമ്മൾ വായിച്ചിട്ടുണ്ട്. എല്ലാ ഷർറുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാകുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യത്തിന് പോകുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത ചൂട്, വേറെ ചില സാഹചര്യങ്ങളിൽ ശക്തമായ മഴ. അപ്പൊ മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ അതിനെയൊക്കെ ശപിക്കുന്ന ഒരു നശിച്ച ചൂട്, ഒരു ഒടുക്കത്തെ ചൂട് എന്നൊക്കെ പറയുന്ന രീതി. ഈമാനുള്ള റബ്ബിനെ മനസ്സിലാക്കിയ റബ്ബാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാനേ പാടില്ല. അള്ളാഹുവാണ് രാവും പകലും നിശ്ചയിക്കുന്നത്, ചൂടും തണുപ്പും ഒക്കെ ക്രമീകരിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അതിനെ ആക്ഷേപിക്കുമ്പോൾ, അതിനെ ചീത്ത പറയുമ്പോൾ റബ്ബിലേക്കാണ് അതിന്റെ കൂരമ്പുകൾ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് രക്ഷക്കായി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം. ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് നൽകുന്ന, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കിട്ടുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്. അഥവാ ചൂട് നേരിട്ടടിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ, പ്രത്യേകിച്ചും 12 മണി മുതൽ ഉച്ചക്ക് 3 മണി വരെയുള്ള സമയത്ത് കൊടും ചൂടിലേക്ക് ജോലിക്കാണെങ്കിൽ പോലും ആ വെളിയിൽ നിന്ന് പണിയെടുക്കുന്ന ആളുകൾ അതിലേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ ലംഘിച്ചു പോകുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ജാഗ്രതയും സുരക്ഷിതത്വവും പാലിക്കുക എന്നത് വിശ്വാസികളായ നമ്മളോട് മതപരമായി തന്നെ നിർദ്ദേശിക്കപ്പെട്ട സംഗതിയാണ്. ആപത്ത് അവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ അങ്ങോട്ട് പോയി ചാടരുത്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം തന്നെ നാശത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയരുത് എന്നത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതേപോലെ വെള്ളം ധാരാളം കുടിക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ഒന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാനുള്ള മടി കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും തോന്നിയാൽ ഉടനെ ചികിത്സ തേടാൻ, അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള പക്ഷി മൃഗാദികൾ. അവക്കുമുണ്ട് ചൂടും ദാഹവുമൊക്കെ. അവയോടും കരുണ കാണിക്കുക എന്നത് മതപരമായ ബാധ്യതയാണ്. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കാൻ സാധിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ഒരു തണലൊരുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അവസരം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിലൂടെ സന്തോഷിക്കാൻ, അതൊരു സന്തോഷമായി
നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ഉപരിയിലുള്ള റബ്ബ് നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുമെന്നാണ്. ഒരു ദാഹിച്ചു വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് സ്വർഗം കിട്ടിയെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അപ്പൊ നമ്മുടെ മക്കൾ സുരക്ഷിതമാകണം, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആപത്ത് പറ്റരുത്, അപകടം പറ്റരുത് എന്ന് ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും അതിനപ്പുറത്തേക്ക് പക്ഷിമൃഗാദികൾക്ക് പോലും കാരുണ്യവും അതേപോലെ തണലും ഒരുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ റബ്ബിന്റെ റഹ്മത്തിന്, കാരുണ്യത്തിന് അർഹരാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖും നല്ല മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി സെക്രട്ടറി കൂടിയായ ജമാൽ സാഹിബ് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിനൊരു ബ്ലോക്ക് സംബന്ധമായ പ്രയാസമുള്ളതുകൊണ്ട് അദ്ദേഹം ആൻജിയോ ചെയ്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അല്ലെങ്കിൽ ഒന്നാമത്തെ സഫിൽ തന്നെ ഉണ്ടായിരുന്ന ആ വ്യക്തി. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മാറിമറിയാനും ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് താളം തെറ്റാനുമൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചെറിയ സെക്കൻഡുകളുടെ ഒരംശം മാത്രം മതിയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്കും ജമാൽക്കാക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റഹ്മാനും റഹീമുമായ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.